പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയല്ലേ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം നടക്കുകയാണ്. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുട പ്രതിഷ്ഠയും ശ്രീകോവിലിനുള്ളിൽ വിശ്വക്സേന പ്രതിഷ്ഠയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധവുമാണ് നടക്കുന്നത്. 275 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീകോവിലിലെ താഴികക്കുട മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്, ആ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രശാന്ത് കൃഷ്ണ അവിടെ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രശാന്ത്, ചടങ്ങുകൾ എവിടെ വരെയായി? പൂജ, സ്തൂപിക പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അകത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കമുള്ള പ്രമുഖരും ഭക്തജനങ്ങൾ, പിന്നെ പുറത്ത് നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാതെ അവസരമില്ലാതിരുന്നവർക്ക് പുറത്ത് സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ ഭക്തർ ഈ 275 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭാഭിഷേകം കണ്ടു വണങ്ങുകയാണ്. എല്ലാവരും അവർക്ക് കിട്ടിയ ഒരു മഹാ അവസരമായാണ് ഇതിനെ കാണുന്നത്. നമുക്ക് ഈ മഹാകുംഭാഭിഷേകം 275 വർഷത്തിന് ശേഷമാണ് ഇത് കാണാൻ കിട്ടിയ അവസരം. എങ്ങനെ കാണുന്നു? വളരെ പുണ്യം. നേരെ കാണാൻ വേണ്ടിയാ വെളിയിൽ നിൽക്കുന്നത്. അകത്ത് പോയി നിന്നാൽ ചിലപ്പം കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാൽ നന്നായിട്ട് കാണാം. അതവിടെ വന്ന് നിൽക്കുന്നു. എങ്ങനെ ഒരുപാട് നാളത്തെ അറിയിപ്പുണ്ടായിരുന്നു, അതായത് ക്ഷേത്രം പുതുക്കി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വർഷങ്ങളായി നടക്കുകയാണ്. അതിനൊരു പരിസമാപ്തി കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഈ ജന്മം നമുക്കിനി കാണാൻ പറ്റത്തില്ലല്ലോ. ഒരു വലിയ മഹാപുണ്യമാണ് എല്ലാവർക്കും. അതിൻ്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഒരുപാട് ഭക്തജനങ്ങൾ പുറത്ത് ക്ഷേത്രത്തിൻ്റെ 4 നടകളിലായുണ്ട്. പലർക്കും ഇതൊരു അപൂർവ അവസരമായി തന്നെ കാണുകയാണ്. ഈ ചടങ്ങ് കാണാൻ കിട്ടിയത് അവസരത്തേക്ക് ചടങ്ങ് കാണാൻ നിൽക്കുകയാണ്. 270 വർഷത്തിന് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിന്റെ പ്രത്യേകത എങ്ങനെയാണ് കാണുന്നത് ഓരോ ഭക്തരും? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാണണം. അതുകൊണ്ടാണ് അമ്പലത്തിന്റെ അകത്ത് വിടാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇവിടുന്ന് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. അതിന് വെളി അകത്തേക്ക് വിടാത്തത് കൊണ്ടാണ് പുറത്ത് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ശ്രീകോവിലിന് മുകളിലാണ്. ശ്രീകോവിലിന് മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മഹാകുംഭാഭിഷേകം നടക്കുന്നു. ഒപ്പം ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലും നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു സ്വർണ്ണ താഴികക്കുടം പ്രതിഷ്ഠിക്കുകയാണ്. നവരനെല്ല് നിറച്ചുകൊണ്ട് വലിയ ക്ഷേത്ര സങ്കല്പത്തിൽ വലിയ പ്രാധാന്യമുള്ള ചടങ്ങ് തന്നെയാണ്. കാരണം ഇതിന് ഉള്ളിൽ നവരനെല്ലാണ് നിറച്ചിരിക്കുന്നത്. അതായത് ഇതിനൊക്കെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും പിന്നീട് ഭാവിയിലേക്കുള്ള ഒരു ധാന്യ വിളവിനുള്ള സങ്കല്പമായി കണ്ടൊക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിശാലമായ സങ്കല്പങ്ങളുള്ളതാണ് ഈ മഹാകുംഭാഭിഷേകം. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വിശ്വക്സേനൻ്റെ പ്രതിഷ്ഠയാണ്. ആ ചടങ്ങ് ശ്രീകോവിലിനുള്ളിലാണ് നടക്കുന്നത്. 300 വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹം അത് പുതുക്കി നിർമ്മിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ക്ഷേത്ര നിർമ്മിതി ഏകദേശം 275 വർഷത്തിന് മുകളിലാണ്. മുൻപായാണ് ഈ മഹാകുംഭാഭിഷേകം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് രാജഭരണകാലത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ അവസാനമായി ഈ ചടങ്ങ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാണുന്ന തലമുറയ്ക്കൊന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചടങ്ങ് നേരിട്ട് കാണുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ചടങ്ങ് നേരിട്ട് കാണുന്നതിന് ഒരു സംതൃപ്തി ഓരോ ഭക്തജനങ്ങൾക്കുമുണ്ട്. പ്രശാന്ത് കൃഷ്ണയാണ് പ്രധാനപ്പെട്ട ചടങ്ങിന്റെ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചടങ്ങുകൾ.